എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഗസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആണ് ഈ കുട്ടി, മോൺസ്റ്റർ ആയ നോറ മുസ്കാൻ. വെൽക്കം ടു ദി ഷോ. അയ്യോ, കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? ആ ഇത് ഇൻട്രോ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിക്കൊള്ളാം. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഞാൻ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടാസ്കും മര്യാദയ്ക്ക് ചെയ്തത്. മാർക്ക് കിട്ടാത്ത രീതി ഒന്നും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇന്ന ആളായിരിക്കും ജയിക്കാൻ പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? എനിക്ക് ആ കൂട്ടത്തില് അർജുൻ ജയിച്ചാൽ ഓക്കെ ആയിരിക്കും. ഞാനിവിടെ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്തി തുടിക്കും. ഫാൻസ് ഉള്ളത് ജിൻഡോ ചേട്ടൻ കുറച്ചുകൂടി PR ആണോ, ഫാൻസ് റിയൽ ഫാൻസ് ആണോ? ഓഫ് കോഴ്സ് PR ആണ്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച് അത് പുറത്തിറങ്ങി നമുക്ക് കാണാലോ. ലൈക്ക് ജിൻഡോ ചേട്ടന്റെ പല കാര്യങ്ങളും അവിടെ എന്താ ചെയ്തത് എന്നുള്ളത് കറക്റ്റ് അറിയാം. എല്ല് മുറുകെ പണിയെടുത്ത പല്ല് മുറുകെ തിന്ന, അതാണ് ഇവിടുത്തെ പ്രമാണം. പിന്നെ ആളുടെ ഈ ലൈക്ക് പല കാര്യങ്ങളും മാസായിട്ട് പുറത്ത്, അത് മാസായിട്ടുള്ള കാര്യങ്ങളല്ല ആൾ ചെയ്തോണ്ടിരിക്കുന്നത്. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ കാഴ്ചപ്പാടില് ജിൻഡോ ചേട്ടൻ ഇല്ല. അന്ന് മുതൽ ഇന്ന് വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്ററാണ് ജാസ്മിൻ ജാഫർ. ഓക്കെ, ഉള്ള ആളാണ്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആള് നമ്പർ പാസ് ചെയ്തിട്ട് ഈ കുട്ടീനെ റാൻഡ് ആയിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ റാൻഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഹായ് ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ ഫോട്ടോ എടുത്ത് സ്മൈൽ 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 റെഡി. അത് ഷീസ് നോട്ട് മൈ ഫ്രണ്ട്. കണ്ടിട്ടില്ല എന്നല്ല, കണ്ടിട്ടുണ്ട്. അവളുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ട്, ബട്ട് ഷീസ് നോട്ട് മൈ ഫ്രണ്ട്. ഇവരുടെ ഒരു കോംബോ ഉണ്ടല്ലോ, ഇപ്പം ജബ്രി എന്ന് പറയുന്ന കോംബോ. ജാസ്മിൻ വിളിച്ചുകൊണ്ടിരുന്ന ബ്രദർ എന്നായിരുന്നു. അടുത്ത ആഴ്ച ഞാൻ പിന്നെ കേൾക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു. അടുത്ത ആഴ്ച ഞാൻ കേൾക്കുന്ന സോൾമേറ്റ് എന്നാണ്. അടുത്ത ആഴ്ച ഞാൻ കേൾക്കുന്ന പുറത്ത് സോൾമേറ്റ് ഉണ്ട് എന്നാണ്. ടോട്ടൽ ഞാൻ അതിൽ കൺഫ്യൂസ്ഡ്. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ.